അമ്മേ, ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ആയല്ലോ അല്ലേ? ആ, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നിർമ്മലാന്റി, ഞാൻ ഗൗതമിനെ വിളിക്കട്ടെ? കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെക്കോ? നീ പോയി വിളിച്ചോണ്ടാ, ഞാൻ എടുത്തു വെച്ചോളാം. ഗൗതം, ഗൗതം എവിടെ പോയി? ഗൗതം, രാവിലെ തീരെ ചാർജ് ഇല്ലാന്നും പറഞ്ഞ് ഗൗതം ഫോൺ കുത്തിയിട്ടതാണല്ലോ. ഇതിപ്പോ ഫോണും ഇവിടെ ഇല്ല. അപ്പൊ അങ്ങോട്ട് വിളിക്കാം. ഗൗതം എന്താ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്? ആന്റി, ഒന്നിങ്ങ് വന്നേ. എന്താ? ഒന്നിങ്ങോട്ട് വാ, പറയാം. എന്താ എന്തുപറ്റി? എന്താ കാര്യം? ആന്റി, ഗൗതം ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോയി. ആന്റി പോയോ? അതെന്തു പറ്റി? നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? ഇന്റർവ്യൂ എങ്ങാനും ഉണ്ടോ മോന്? ഒരു ഇന്റർവ്യൂ ഇല്ല. ഞാൻ വിളിച്ചു നോക്കിയതാ, അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്നലെ ഗൗതം ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഗൗതമിന്റെ ഉള്ളിലെ CKC നമ്മളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തോ കരട് വീണിട്ടുണ്ട്, അതുറപ്പാ. അയ്യോ, ഗൗതമിനി CKC എങ്ങനെ കാണാൻ പോയതായിരിക്കോ? എന്റെയും പേടി അത് തന്നെയാ. ഗൗതമിന്റെ സ്വഭാവം വെച്ച് നോക്കിയാ ഗൗതം നേരെ പോകുന്നത് CKCയുടെ മുന്നിൽ തന്നെയായിരിക്കും. നിനക്ക് ചാടിച്ചാകാൻ എന്റെ കാറെ കണ്ടല്ലോ. ചത്തേ മതിയാവുമെങ്കിൽ നീ പോയി നിന്റെ തന്തയെ കണ്ടുപിടിക്കുക. എന്നിട്ട് അവന്റെ കാറിന് മുമ്പിൽ ചെന്ന് ചാടിക്കൊടു. അതെ, എന്റെ തന്തയെ ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷേ ചത്ത് നരകത്തിൽ കിടക്കുന്ന നിന്റെ തന്തയുടെ അടുത്തേക്ക് പോവാൻ നിനക്ക് സമയമായി. CKC ദുർമരണമാണ് നിനക്ക് വിധിക്കുന്നത്. നരകം അതങ്ങ് ഉറപ്പിച്ചോ. കാരണം ഒറ്റ വെട്ടിന് ആ ജ്യോതിർമയി നിന്നെ കൊല്ലും. എന്താടാ ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? അത് വിടടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്കെന്തോ ഫോട്ടോയോ സാധനങ്ങളോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് കുറച്ച് നാളായിട്ട് നിർമ്മലാമ്മയുടെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫോട്ടോ ഇപ്പൊ എനിക്ക് കിട്ടി. ഞാൻ നിർമ്മലാമ്മയുടെ ഫോണിൽ നിന്നും ആ ഫോട്ടോ ഈ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. ഉള്ളത് പറയാലോ CKC, ആ ഫോട്ടോ കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. ശോ, താൻ ഇത്തരക്കാരനായിരുന്നു. എന്തൊരു വൃത്തികെട്ടവനവിടെ താൻ. താൻ ചെയ്ത തെറ്റുകളുടെ മുഴുവൻ ശിക്ഷയും താൻ തന്നെ അനുഭവിച്ചേ പറ്റൂ. അപ്പോ നരകത്തിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കോ CKC. ഇപ്പൊ തന്നെ ആ ഫോട്ടോ ഞാൻ ജ്യോതിർമയ്ക്ക് അയച്ചു കൊടുക്കാൻ പോവാ. നോ ഗൗതം, വേണ്ട. ആവശ്യമില്ലാത്ത പണികൾ കാണിക്കരുത്. അങ്ങനെ ഒരു സൽക്കർമ്മം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല CKC. പക്ഷേ ഫോട്ടോ അയക്കുന്നതിന് മുമ്പ് തന്നെ മുഖതാവിൽ കണ്ട് 2 വർത്താനം പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ എന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഫോട്ടോ ജ്യോതിർമയ്ക്ക് അയക്കാം. നോക്ക് ഗൗതം, നമുക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ബിസിനസിന്റേതായിരിക്കും, ചിലപ്പോൾ വ്യക്തിവൈരാഗ്യമായിരിക്കും. പക്ഷേ അതിനുള്ളിലേക്ക് നീ ഫാമിലിയെ വലിച്ചഴക്കരുത്. ജ്യോതിയെ വിട്ടേക്ക് പ്ലീസ്. ആ ഫോട്ടോ ജ്യോതിർമയി കാണാൻ പാടില്ലെന്ന് ഇയാള് ഭയക്കുന്നു. അപ്പൊ എന്തായിരിക്കും ആ ഫോട്ടോയിൽ? അത് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ആലോചിക്കാനൊന്നുമില്ല ഗൗതം. നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ആവാം. വെറുതെ ഫാമിലി ഇഷ്യൂ ഉണ്ടാക്കരുത്. ഓക്കെ,
ഞാൻ ഈ ഫോട്ടോ ജ്യോതിർമയ്ക്ക് അയക്കാതിരിക്കാം. പക്ഷേ താൻ ഒരു കാര്യം ചെയ്യണം. ഷുവർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പറഞ്ഞോളൂ. ദയവ് ചെയ്ത് ഈ ഫോട്ടോ അയക്കരുത്. ഞാൻ ഏതെങ്കിലും ടെൻഡർ വിട്ടു തരണോ, അതോ ബിസിനസ്സിൽ പുതിയ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരണോ? പറഞ്ഞോളൂ. ഒരു തറ ഫോട്ടോ കാണിച്ച് തന്നെ പോലെ ഒരാളെ ഭീഷണിപ്പെടുത്തി ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് ഞാൻ എത്തിയാൽ ആ നിമിഷം ഞാൻ പോയി ചത്തുകളയോടോ. താൻ എനിക്കൊരു സഹായം ചെയ്തു തരണ്ട. പകരം ചത്ത് താൻ നരകത്തിൽ ചെല്ലുമ്പോ ചെയ്തു പോയ തെറ്റുകൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ശിക്ഷകളിൽ ഒരളവ് കുറയ്ക്കാൻ വേണ്ടിയെങ്കിലും ഇപ്പോ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എന്റെ മുമ്പിൽ പശ്ചാത്തപിക്കണം. എന്തു പറയുന്നു? നിർബന്ധിക്കുന്നില്ല, പറ്റുമെങ്കിൽ മതി. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത്? ഈ ഫോട്ടോ ഇപ്പൊ തന്നെ ജ്യോതിർമയ്ക്ക് അയച്ചോളൂ. ഗൗതം, വേണ്ട. ഞാൻ എന്ത് വേണമെങ്കിലും പറയാം. എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞു നിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കണം, അത്രയല്ലേ വേണ്ടു. ഞാൻ പറയാം. അങ്ങനെ വഴിക്ക് വാ CKC. ആ ഫോട്ടോയിലെ കണ്ടന്റ് എന്താണെന്ന് താനിപ്പോ എന്നോട് പറയും. അത് 31 വർഷം മുമ്പുള്ളൊരു കാര്യമല്ലേ. അന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം. തെറ്റാണ് ഞാൻ ചെയ്തത്. അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. കാര്യങ്ങൾ അങ്ങോട്ട് വൃത്തിയായിട്ട് നല്ല വെടിപ്പോടെ അങ്ങോട്ട് പറ CKC. എന്നാലേ പ്രായശ്ചിത്തത്തിന് അതിന്റെ ഫലം കിട്ടൂ. അതോ ഞാൻ ഫോട്ടോ അയക്കണോ? വേണ്ട, ഞാൻ പറയാം. അതായത് അന്ന് എന്റെ നല്ല പ്രായമായിരുന്നല്ലോ. അല്ലറ ചില്ലറ പ്രണയവും ചുറ്റിക്കളിയൊക്കെ ആയിട്ട് നടക്കുന്ന കാലം. ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? എന്തോ ഉണ്ടല്ലോ. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഒരു ഫോൺ കോൾ കണ്ട് താൻ ഇത്രയ്ക്ക് ഞെട്ടണമെങ്കിൽ അത് ജ്യോതിർമയി ആവാനാണ് സാധ്യത. നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചാണ്ടി ഗൗതം CKCയുടെ അരികിലെത്തി. അയ്യോ, പ്ലീസ്, ഇതൊരു അത്യാവശ്യ കോളാണ്, അതുകൊണ്ടല്ലേ. ഒരു കാര്യം ചെയ്യും, ആ ഫോണും തന്നെ. ഫോട്ടോയുടെ കാര്യം ഞാൻ തന്നെ ജ്യോതിർമയോട് പറഞ്ഞേക്കാം. എന്നിട്ട് ഞാനത് അങ്ങോട്ട് അയച്ചു കൊടുക്കാം. അയ്യോ, ആ ഫോൺ ഇങ്ങതാ CKC. അന്വേഷിച്ച് നടന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നും ഞാനത് അയച്ചു കൊടുക്കാന്നും അങ്ങ് പറയട്ടെ. ഇങ്ങതാ. ഞാനെല്ലാം ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കാന്ന് പറഞ്ഞില്ലേ. പ്ലീസ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ശരി, സംസാരിച്ച് തൊലയ്ക്ക്. ഹലോ CKC, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കാരണവശാലും ഗൗതമിനോട് നിർമ്മലാന്റിയുടെ കാര്യം പറയരുത്. ഗൗതം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ് ഗൗതമിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഓക്കെ, ശരി.